കോഴിക്കോട്ട് 31 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. കോഴിക്കോട് കോവൂർ സ്വദേശി അനീഷ്, വെള്ളക്കടവ് സ്വദേശി സനൽകുമാർ എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട് ബംഗളൂർ ടൂറിസ്റ്റ് ബസ്സിലെ നൈറ്റ് സർവീസ് ഡ്രൈവർമാരാണ്. ദീപക് മലയമ്മ നമുക്കൊപ്പം. ദീപക് മലയമ്മ, ഇത്രയധികം MDMA കൈവശം വയ്ക്കുമ്പോൾ ഇവർ ഈ ബസ്സിലെ സ്ഥിരം യാത്രക്കാരോ അങ്ങനെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്ന കാരിയേഴ്സ് ആണോ അതോ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോവുകയാണോ? സുജയ്, രണ്ടുപേരും ബാംഗ്ലൂർ കോഴിക്കോട് നൈറ്റ് സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവർമാരാണ്. അവർക്ക് കൃത്യമായി തന്നെ ഇത് കാരിയർമാരായി പ്രവർത്തിക്കുന്ന രീതിയുണ്ട്. ഇതിൽ പോലീസ് പറയുന്നത് ബാംഗ്ലൂരുവിൽ നിന്ന് ഇത്തരത്തിൽ MDMA ശേഖരിക്കുന്നു. അത് ആവശ്യക്കാർക്ക് വാഹനം ഓടുന്ന ഘട്ടത്തിൽ തന്നെ ലൊക്കേഷൻ ആദ്യമേ നൽകിക്കൊണ്ട് അവിടെ എറിഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ഇരുവരുടെയും കൈവശം ഉണ്ടാവുകയും ചെയ്യും. ആരൊക്കെയാണ് ആവശ്യക്കാർ, അവരേതൊക്കെ ലൊക്കേഷനിലാണ് ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ചാറ്റ് നടത്താറുമുണ്ട്. ആ ചാറ്റ് പക്ഷേ കോഴിക്കോട് നഗരത്തിലേക്ക് ബസ് എത്തുന്ന ഘട്ടം ആ സമയമാകുമ്പോഴത്തേക്കും പൂർണ്ണമായും നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. നേരത്തെ തന്നെ ഈ രണ്ടുപേരും വലിയ രീതിയിൽ കാരിയർമാരായി പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം ഡാൻസ് ഓഫ് സംഘത്തിന് ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഇരുവരെയും നിരീക്ഷണത്തിലേക്ക് മാറ്റുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നിപ്പോൾ ചെറുവാറ്റ മേഖലയിലെ ഒരു വീട്ടിൻ്റെ പരിസരത്ത് നിന്നും ഈ പ്രതികളെ പിടികൂടുന്ന സാഹചര്യത്തിലേക്ക് അന്വേഷണസംഘം എത്തിയിട്ടുള്ളത്. അതിൽ 31.70 ഗ്രാം MDMA ആണ് രണ്ടുപേരുടെ പക്കലിൽ നിന്നായി പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു വാർത്ത കൂടി ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടതുണ്ട്. അത് പേരാമ്പ്രയിൽ നിന്നാണ്. അവിടെ നിന്ന് 11.5 ഗ്രാമാണ് MDMA പിടിച്ചെടുത്തിരിക്കുന്നത്. അത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടെ വാർ അഗൈൻസ്റ്റ് ഡ്രഗ് എന്നുള്ള ക്യാമ്പയിൻ ഉയർത്തി മുന്നോട്ട് വരുമ്പോൾ ആ നാട്ടിലെ ഒരു കൂട്ടം ആളുകൾ മയക്കുമരുന്നിനെതിരെ പോരാട്ടം നടത്തുന്നു. അവർ അവിടെ മയക്കുമരുന്ന് വ്യാപാരത്തിന് എത്തുന്ന ഒരാളെ കൃത്യമായി തന്നെ നോട്ടീസ് ചെയ്യുന്നു. അങ്ങനെ അവിടെ OP സുനീർ എന്ന പേരുള്ള ഒരു ഈ ലഹരി കച്ചവടം നടത്തുന്ന ഒരാൾ ഇന്നും അത്തരത്തിൽ വ്യാപാരത്തിന് വേണ്ടി ആ മേഖലയിലേക്ക് എത്തിയപ്പോൾ നാട്ടുകാർ ഇടപെട്ട OP സുനീറിനെ തടഞ്ഞു വെക്കുന്നു. അങ്ങനെ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. പേരാമ്പ്ര DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജനങ്ങളുടെ കൂടി ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുമ്പോൾ അത് പോലീസിന് തീർച്ചയായും നമുക്ക് നമ്മുടെ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് തുടരാം. അതിനിടയിൽ ഇങ്ങനെയുള്ള നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നത് ആശാവഹമായ കാര്യമാണ്. സമൂഹത്തിൽ മാറ്റം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതിന് ഒരു കാരണമായി മാറാൻ, അതിന് ഒരു ചാലക ശക്തിയായി മാറാൻ ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾ ഉണ്ടാകും. ഇത് കേവലം ഒരു ദിവസത്തെ വാർത്തയായി ഒതുക്കാനല്ല. വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് അതൊരു ലോങ് ക്യാമ്പയിനായി തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്.